സുഖല്ലായിരിക്കും. ചോറൊന്നും അല്ലാരോ. ഞാൻ എന്താ ഉണ്ടാക്കിയ നോക്കിയാലോ ഉച്ചക്ക്. ഇന്നിതാ ചോറും കുഞ്ഞിമത്തി ഫ്രൈ ആണേ. കുഞ്ഞിമത്തി പൊരിച്ചത്. കുഞ്ഞിമത്തി തന്നെ കൂട്ടി കൂട്ടി എല്ലാവർക്കും മതിയായിരിക്കും അല്ലേ. അപ്പൊ കുഞ്ഞിമത്തീനെ നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നും മത്തി തന്നെ ആവുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചോദ്യം തുടങ്ങി, മത്തിയേ കിട്ടുന്നുള്ളൂ, മത്തിയേ ഉള്ളൂ, മത്തിയേ ഉള്ളൂ എന്ന്. മത്തീനെ നമുക്ക് പല വിധത്തിൽ കുട്ടിയൊക്കെ ആക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂട്ടിയിട്ടുള്ളതാണേ. അങ്ങനെ സാധാരണ രീതിയിൽ തന്നെ ഇത് ഇന്നത്തെ ഫ്രൈ കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളി ഇട്ടിട്ട് ഫ്രൈ ആക്കാം, കുരുമുളക് ഇട്ടിട്ട് ഫ്രൈ ആക്കാം അല്ലേ. കുട്ടികൾക്ക് അവരെ പറ്റിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഉള്ളി ഇട്ടിട്ട് പൊരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഒക്കെ മത്തിയിലോട്ട് പുരട്ടി വെക്കുക. എന്നിട്ട് ഉള്ളിയും വലിയ ഉള്ളിയില്ല അതന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതും കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഇല ഒന്ന് വാട്ടിയെടുക്കും കേട്ടോ. ഇലയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇല വാട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ പുരട്ടി വെച്ച മത്തീനൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് മത്തി പൊരിച്ചത് തീർന്നാലും ആ ഇല എടുത്തിട്ട് ഇല തൊട്ടിട്ട് ചോറ് തിന്നാം. പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് അങ്ങനെ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ ആ ഇലക്ക് വേണ്ടി അടികൂടും ഇല. അപ്പം നമ്മൾ മൂന്നാൾക്ക് ഓരോ പീസാക്കിയിട്ട് അമ്മ തരും ഇല. ഓരോരുത്തരുടെ പ്ലേറ്റിൽ ഓരോ കഷ്ണാക്കിയിട്ട് ഇല വെച്ചിരും. ചോറ് തിന്ന് വന്നിട്ട് ഇല തൊട്ട് നക്കും. അങ്ങനെയാണ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ അടികൂടുന്ന സമയത്ത് അമ്മ എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇലയിലോട്ട് നമ്മളെ മൂന്നാളെ ചോറ് കൂട്ടിയിട്ട് അമ്മ ഇലയിൽ കുഴച്ചിട്ട് അമ്മ ഉരുളകളാക്കിയിട്ട് വായിൽ വെച്ച് തരും. അങ്ങനെയും ചെയ്ത് തരുത്തുണ്ട് കേട്ടോ. ഇപ്പം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മത്തി മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടില്ല. പിന്നെ ഉള്ള ഒരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഈ മത്തിയിലോട്ട് വരട്ടിയിട്ട് അല്ലേ. അത് വേറൊരു ടേസ്റ്റാണ് അല്ലേ. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഈ എന്താണ് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒരുക്കും. അത് വേറൊരു ടൈപ്പ് ടേസ്റ്റ് അല്ലേ. പിന്നെ പച്ച കുരുമുളക് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളെ പറ്റിക്കാം അല്ലേ. അങ്ങനെയൊക്കെ മത്തീനെ നല്ല ടേസ്റ്റി ആക്കിയിട്ട് മാറ്റാം അല്ലേ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ഇത് മത്തി ഫ്രൈ കേട്ടോ. സാധാ വിധത്തിലാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ ഈ എന്താണ് ഇതിൻ്റെ പേര്, വെണ്ടക്ക വറവാണ് കേട്ടോ. ഇത് വെണ്ടക്ക കുഞ്ഞതായിട്ട് മുറിച്ചിട്ട് വെണ്ടക്കയിലോട്ട് ഇത് കുരുമുളക് മാത്രം ഇട്ടിട്ടുള്ള ഇതാണ് വറവാണേ. മറ്റേ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഗതികളൊന്നും ആഡാക്കില്ല. പച്ചമുളകൊന്നും ആഡാക്കാണ്ട് കുരുമുളക് മാത്രം ഇട്ടിട്ടുള്ള വെണ്ടക്ക ഫ്രൈ ആണേ. ഇത് നമ്മുടെ വെണ്ടക്ക മുറിച്ചതിലോട്ട് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എന്ന് പറയുന്നത് എന്താണ് ഉള്ളിയും അതുപോലെ ഉപ്പും ഇട്ടിട്ട് തേങ്ങ ഇടും. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കടുക് പൊട്ടിയതിലോട്ടേക്ക് ഈ നമ്മൾ മിക്സ് ആക്കിയ വെണ്ടക്ക ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ആഡ് ആക്കും കേട്ടോ, കറിവേപ്പിലയും. എന്നിട്ട് അങ്ങനെ ഫ്രൈ വറവാക്കി എടുത്തതാണ് കേട്ടോ ഇത് വെണ്ടക്ക വറവ്. പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്നത്തെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറാണ് കേട്ടോ. നല്ല അടിപൊളി വറുത്തരച്ച് വെച്ച സാമ്പാറാണ്. വറുത്ത സാമ്പാറാണ്. തേങ്ങ വറുത്തരച്ച സാമ്പാറാണ്. ഈ സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിക്കൂട്ടി സാമ്പാറാണ് കേട്ടോ. സാമ്പാറിലോട്ട് പിന്നെ 2-3 കഷ്ണം വെച്ചിട്ടേ ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുക. ഇവിടെ വീട്ടിൽ കുട്ടികൾക്ക് രണ്ടാക്കും ഉരുളക്കിഴങ്ങും ക്യാരറ്റിനോടാണ് കേട്ടോ. സാമ്പാറിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അവർ കഴിക്കുക. ഇങ്ങോട്ട് വെണ്ടക്ക സാമ്പാറിനകത്തുള്ള വെണ്ടക്ക മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താക്കുന്ന അറിയോ, ഈ 2-3 ഐറ്റംസ് വെച്ചിട്ടാണ് എൻ്റെ സാമ്പാർ ഉണ്ടാക്കല് കേട്ടോ. പിന്നെ ഉള്ളി അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വറക്കുന്ന സമയത്ത് ഞാൻ തേങ്ങയുടെ കൂട്ടത്തിൽ ഉള്ളിയും ഒരു കഷ്ണം ഉള്ളി ഇടും, ഒരു നുള്ളി ജീരകം ഇടും, പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തെടുക്കുക. തേങ്ങ നന്നായിട്ട് വറന്ന് വരുന്ന സമയത്ത് ഒരു 2-3 ഓരോ ഇതുണ്ടാവില്ല, അത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തേങ്ങ വറക്കും കേട്ടോ. എന്നിട്ട് തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് എല്ലാ പൊടികളും അതിൽ തന്നെയാണ് ആഡാക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ സാമ്പാർ പൊടിയും പിന്നെ ഒരു പേരിന് എനിക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒരു സാമ്പാറിൽ ഒരു പേരിന് മാത്രമേ മല്ലിപ്പൊടി ആഡാക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് അത് വറന്ന് വരുന്ന സമയത്ത് ഈ പൊടികളൊക്കെ ആഡാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് അരച്ച് മാറ്റി വെക്കും കേട്ടോ.
പിന്നെ നമ്മൾ കുക്കറിലാണ് ഈ സാമ്പാർ ഉണ്ടാക്കാറ്. കുക്കറിൽ ഞാൻ ഞാൻ എടുക്കുന്ന കഷ്ണങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യാന്ന് വെച്ചാൽ പരിപ്പും ഒക്കെ കൂട്ടത്തിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുക കേട്ടോ. ഓരോ ആൾക്കാർ പരിപ്പ് വേറെ വേവിച്ചെടുക്കും അല്ലേ. എൻ്റെ സാമ്പാറിൽ ഞാൻ പരിപ്പും ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തക്കാളി, പച്ചമുളക്, ഉള്ളി ഒക്കെ ഇട്ടിട്ട് തന്നെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഈ സാമ്പാർ കഷ്ണം വേവിച്ചെടുക്കുക. ഇനി 3 വിസിലടിയുമ്പോഴത്തേക്കിന് ഈ സാമ്പാർ കഷ്ണവും പരിപ്പും ഒക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ വെന്ത കൂട്ടിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച തേങ്ങ വറുത്ത അരച്ച മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇടുക. പിന്നെ കായപ്പൊടിയും കൂടി ആഡ് ആക്കും കേട്ടോ. എന്നിട്ട് പുളിവെള്ളവും അതുപോലെ കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തിളക്കുന്ന സമയത്ത് നമ്മളെ വറവിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകും അതുപോലെ ഒരു നുള്ള് ഉലുവയും കൂടി ഇടും കേട്ടോ. ഞാൻ സാമ്പാറിൽ ഉലുവയും ഇടും. എന്നിട്ട് കടുക് പൊട്ടി ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക ടേസ്റ്റ് കൊടുക്കുന്നത്, കൂടുതൽ ടേസ്റ്റ് കൊടുക്കാൻ ഞാൻ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വെളുത്തുള്ളിയും കൂടി ഈ കടുക് പൊട്ടിയതിലോട്ടേക്ക് ആഡ് ആക്കും. പിന്നെ വറ്റൽമുളകും അങ്ങനെയാണ് കേട്ടോ ഈ കറിയിൽ വറവിടുന്നത്. അത് എന്നിട്ട് സാമ്പാറിലോട്ടേക്ക് ഒഴിക്കും കേട്ടോ. കറിവേപ്പിലൊക്കെ ഇടണേ, വറവിടുമ്പോൾ ഇടണ്ട. കറിയിലോട്ടേക്ക് കറിവേപ്പില അതുപോലെ മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പും പുളിയും ഉപ്പും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെയാട്ടോ ഞാൻ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. പക്ഷെ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ടേസ്റ്റി, നല്ല അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ കറിയാണ് കേട്ടോ. ഇത് നല്ല വറുത്തരച്ച് വെച്ച സാമ്പാറാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാ പരിപ്പും ഒക്കെ ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാറ്. നല്ല വെരി ടേസ്റ്റി ആയിട്ടുള്ള, എൻ്റെ കുട്ടികൾക്കൊക്കെ വിനോദനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഈ സാമ്പാർ. ചോറിൻ്റെ കൂടെ ഇന്ന് സാമ്പാറും മത്തി പൊരിച്ചതും അതുപോലെ നമ്മൾ വെണ്ടക്ക വറവാണ് കേട്ടോ. എല്ലാവരും ചോറ് കഴിച്ചോ. ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബൈ.